ഹലോ ആൻഡ് വെൽക്കം ടു ടോക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന 15 SUV-കളെ കുറിച്ചിട്ടാണ്. അതിൽ ഇലക്ട്രിക് ഉണ്ട്, അതുപോലെ തന്നെ ICE എഞ്ചിൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു 15 SUV-കളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ SUV സെഗ്മെന്റിന്റെ ഒരു ഡിമാൻഡ് കൂടിയത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇത്രയധികം SUV-കൾ ഇന്ത്യയിൽ ഒരുമിച്ച് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 15 SUV-കളിലെ കൂടുതലും 2020 ഓട്ടോ എക്സ്പോയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ SUV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 ഹുണ്ടായി ക്രിറ്റ തന്നെയാണ്. 2020 ഹുണ്ടായി സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള ഹുണ്ടായി ക്രിറ്റ എന്ന് പറയുന്നത് നമ്മളെ സ്പൈ ഷോട്ട് നമുക്ക് കുറെ കിട്ടി, അല്ലെങ്കിൽ സ്പൈ ടെസ്റ്റിംഗ് നടക്കുന്നത് ഓൾറെഡി ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഈ വണ്ടി ബേസ്ഡ് എന്ന് പറയുന്നത് iX25 എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ ചൈനയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെക്കൻഡ് ജനറേഷൻ ഹുണ്ടായി ക്രിറ്റ വരുന്നത്. പ്രൈസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10 lakh ആണ് ആ iX25 എന്ന് പറഞ്ഞ മോഡലിൽ, ചൈനയിൽ ഇറങ്ങിയ മോഡലിൽ ഇന്ത്യയിൽ വില വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ചൈനയിൽ ആ മോഡൽ ഇറങ്ങി. അപ്പോൾ ആ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് പുതിയ ക്രിറ്റ വരുന്നത്. പഴയ ക്രിറ്റ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡൈമെൻഷൻ, കുറച്ചും കൂടി വലിപ്പം കൂടുതലാണ് പുതിയ ക്രിറ്റയ്ക്ക്. അതുപോലെ തന്നെ ഹുണ്ടായുടെ ബ്ലൂ ലിങ്ക് കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പും ഈ പുതിയ ക്രിറ്റയിൽ ഉണ്ടാവും. എഞ്ചിൻ എന്ന് പറയുന്നത് BS6 ആയിരിക്കും. നമുക്കറിയാം 2020 ഏപ്രിലോട്ട് എല്ലാ എഞ്ചിനും BS6-ലാവണം. അപ്പോൾ എഞ്ചിൻ എന്ന് പറയുന്നത് BS6 ആയിരിക്കും. അത് 1.5 ലിറ്റർ പെട്രോളും അതുപോലെ തന്നെ 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനുമായിരിക്കും വരിക. അടുത്ത SUV എന്ന് പറയുമ്പോൾ ടാറ്റ ഹരിയറിന്റെ BS6 വെർഷൻ ഓട്ടോമാറ്റിക് ആണ്. എക്സ്റ്റീരിയർ വളരെയധികം വ്യത്യാസം എന്ന് ഈ കാറിന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇതിൽ പനോറമിക് ആയിട്ടുള്ള സൺറൂഫും അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ 18-inch അലോയും, പിന്നെ ട്രാൻസ്മിഷന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓട്ടോമാറ്റിക് ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. കാർ ഇന്ത്യയിൽ പലയിടത്തും സ്പൈ ഷോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്പൈ ഷോട്ട് കിട്ടിയിട്ടുണ്ട്. എക്സ്റ്റീരിയറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഒരു വലിയൊരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട് എക്സ്റ്റീരിയറിന്റെ കാര്യത്തിൽ പറയാനില്ല. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ സെയിം ആണ്. 8.8-inch ടച്ച് സ്ക്രീനോടും പ്ലസ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് പുതിയ ടാറ്റ ഹരിയറിന് വരുന്നത്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരിക്കും. പവർ എന്ന് പറയുമ്പോൾ ഏകദേശം 170 PS ഓഫ് പവർ, അതുപോലെ തന്നെ 350 Nm ടോർക്കാണ് കമ്പനി പറയുന്നത്. ട്രാൻസ്മിഷന്റെ കാര്യം പറയുമ്പോൾ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഈ പുതിയ ടാറ്റ ഹരിയറിൽ വരുന്നത്. അടുത്ത കാർ എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാർ എന്ന് പറയുന്നത് ടാറ്റ നെക്സോൺ ഇലക്ട്രിക് ആണ്. ടാറ്റ നെക്സോൺ ടെസ്റ്റ് ചെയ്തത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ലഡാക്കും മണാലിയിലാണ് വണ്ടി ടെസ്റ്റ് ചെയ്തത്. സെലിബ്രിറ്റി ആയിട്ടുള്ള രണ്ടുപേരാണ് ഈ വണ്ടി ടെസ്റ്റ് ചെയ്തത്. സെലിബ്രിറ്റി ആയിട്ടുള്ള മിലിൻ സോമാനും അതുപോലെ തന്നെ അൻകിത കൊൻവാറും കൂടിയിട്ടാണ് ഇത് ലഡാക്ക് അതുമാതിരി മണാലിയിൽ ഇത് വണ്ടി ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 150 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്. അതുപോലെ തന്നെ ബാറ്ററിക്കും മോട്ടോറിനും 8 വർഷമാണ് വാറന്റി പറയുന്നത്. ടാറ്റ നെക്സോൺ EV ഫീച്ചേഴ്സ് ചെയ്യുന്നത് ടാറ്റ സ്വിഫ്റ്റ് ഓൺ ടെക്നോളജി വെച്ചിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ടാറ്റ നെക്സോൺ ഇലക്ട്രിക്കിൽ ഉണ്ടാവുക. മോട്ടറിന്റെ കാര്യം എന്ന് പറയുമ്പോൾ IP67 എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ പ്രൂഫ് ആൻഡ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മോട്ടർ ആയിരിക്കും ടാറ്റ നെക്സോൺ ഇലക്ട്രിക്കിൽ ഉണ്ടായിരിക്കുക. വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 15 ലക്ഷം to 18 ലക്ഷം ഇതിനുള്ളിലായിരിക്കും വില വരിക. ഈ വണ്ടിയുടെ റൈവൽ എന്ന് പറയുന്നത് നമ്മുടെ മഹേന്ദ്രയുടെ XUV300 ഇലക്ട്രിക് ആയിരിക്കും. അടുത്ത SUV എന്ന് പറയുന്നത്, നാലാമത്തെ SUV എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ നെക്സോണിന്റെ ഫേസ് ലിഫ്റ്റ് ആയിരിക്കും. ഈ വണ്ടി ലോഞ്ച് ചെയ്യുക ഏകദേശം നമ്മുടെ ടാറ്റ നെക്സോൺ ഇലക്ട്രിക്കിന്റെ ഒപ്പം തന്നെ ആയിരിക്കും. ഈ നെക്സോണിന് നമ്മുടെ സെക്കൻഡ് ജനറേഷനിലുള്ള ടാറ്റ നെക്സോണിന്റെ ഡിസൈനിനെ ആയിരിക്കും വളരെയധികം വ്യത്യാസം, വലിയൊരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഈ പുതിയ ടാറ്റ നെക്സോൺ ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി കാര്യം പറഞ്ഞു, എഞ്ചിൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അധികം മാറ്റങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ മെഷീൻ എന്ന് പറയുന്നത് സെയിം മെഷീൻ തന്നെയായിരിക്കും. എഞ്ചിൻ എന്ന് പറയുന്നത് സെയിം എഞ്ചിൻ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു എഞ്ചിനിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ BS6 എമിഷൻ നോംസിലേക്ക് മാറുന്നതുകൊണ്ട് എഞ്ചിൻ BS6 ആയിരിക്കും. വളരെയധികം മാറ്റം പവറിലോ അല്ലെങ്കിൽ ടോർക്കിലോ വരുന്നില്ല. 1198 cc പെട്രോൾ, അതുപോലെ തന്നെ 1498 cc ഡീസൽ എഞ്ചിനോട് കൂടിയിട്ടായിരിക്കും വരിക. അത് 6 സ്പീഡ് മാനുവൽ ആൻഡ് 6 സ്പീഡ് AMT ട്രാൻസ്മിഷനോട് കൂടിയിട്ടാവും ഈ പുതിയ ടാറ്റ നെക്സോൺ ഫേസ് ലിഫ്റ്റ് വരുന്നത്. അടുത്ത SUV എന്ന് പറയുന്നത് ടാറ്റയുടെ ഹോൺബിൽ ഓർ H2X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈക്രോ SUV തന്നെയാണ്. അപ്പോൾ ഒരു പുതിയ ടൈപ്പ് അല്ലെങ്കിൽ മൈക്രോ SUV, കുറച്ചും കൂടി അജിലിറ്റി ആൻഡ് കുറച്ചൊരു സ്റ്റെബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞൊരു SUV ആണ് അടുത്ത ഹോൺബിൽ ഓർ H2X എന്ന് പറയുന്ന പുതിയ ഈ ടാറ്റയുടെ ഈ ഒരു SUV എന്ന് പറയുന്നത്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനോടായിരിക്കും ഈ ഹോൺബിൽ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ H2X എന്ന് പറഞ്ഞ ഈ SUV വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ എഞ്ചിൻ മൈക്രോ ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ ആയിരിക്കും ടാറ്റ ഇറക്കാൻ പോകുന്നത്. ട്രാൻസ്മിഷന്റെ കാര്യം പറയുമ്പോൾ 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 5 സ്പീഡ് AMT ആയിരിക്കും. ഇതിന്റെ റൈവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാരുതി ഇപ്പോൾ ഇറക്കിയിട്ടുള്ള എസ്പ്രസോ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു മൈക്രോ അല്ലെങ്കിൽ മിനി ടൈപ്പ്, ചെറിയൊരു ടൈപ്പിലുള്ള ഒരു SUV ആയിരിക്കും. അതുകൊണ്ട് തന്നെ റൈവൽ എന്ന് പറയുന്നത് നമ്മുടെ മാരുതി സുസുക്കിയുടെ എസ്പ്രസോ ആയിരിക്കും. അടുത്ത ആറാമത്തെ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റയുടെ ബസാഡ് ഓർ കസീനി ഓർ ഹരിയറിന്റെ 7 സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലായിരിക്കും. കാരണം പേരിന്റെ കാര്യം നമുക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് ഉറപ്പായിട്ടില്ല. അതുകൊണ്ടാണ് ഒരു 3 പേര് ഈ ഒരു മോഡലിന് പറഞ്ഞത്.
ഈ വണ്ടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറെ പ്രാവശ്യം നമ്മൾ ടെസ്റ്റിംഗ് നടത്തിയത് കണ്ടു. ഏകദേശം അടുത്ത വർഷം തന്നെയായിരിക്കും ഈ വണ്ടിയും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ 7 സീറ്റർ ആയിട്ടുള്ള ഈ SUV കഴിഞ്ഞ വർഷം ജനീവ മോട്ടോർ ഷോയില് അവിടെ അവർ ഷോക്കേസിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു ഈ ടാറ്റ ബസാർഡ് എന്ന് പറയുന്നത് ഏകദേശം ഡിസൈനിന്റെ കാര്യത്തിൽ ടാറ്റ ഹരിയറിനെ പോലെ തന്നെ എഞ്ചിന്റെ കാര്യവും ഏകദേശം ടാറ്റ ഹരിയറിന്റെ എഞ്ചിനോട് ആവാനാണ് സാധ്യത കൂടുതലും. ട്രാൻസ്മിഷന്റെ കാര്യം എന്ന് പറയുമ്പോൾ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ടാറ്റയുടെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഏകദേശം പനോറമിക് ആയിട്ടുള്ള സൺറൂഫും അതുപോലെ തന്നെ 8 ഇഞ്ച് അലോയ് വീൽസും ഈ വാഹനത്തിൽ ഉണ്ടാകും. അടുത്തത് നമ്മൾ പറയുമ്പോൾ മാരുതി ബ്രീസയുടെ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള പെട്രോൾ വെർഷൻ ആണ്. മാരുതി നമുക്കറിയാം ഡീസൽ കാർസ് അവർ കുറെയൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ബ്രീസ എന്ന് പറഞ്ഞ മോഡൽ പെട്രോളിലാക്കി ഇറക്കാനാണ് പോകുന്നത്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ 1.5 ലിറ്ററോട് കൂടിയിട്ടുള്ള നമ്മുടെ എർട്ടിഗ അതുപോലെ തന്നെ സിയാസിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. അതിൽ ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കും. BS6 ആയിട്ടുള്ള ഈ എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് 104 PS ടോർക്ക് എന്ന് പറയുന്നത് 138 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അടുത്ത SUV എന്ന് പറയുമ്പോൾ മഹേന്ദ്രയുടെ താറാണ്. ഏകദേശം 8 വർഷത്തോളം അല്ലെങ്കിൽ ഒരു ഡെക്കേഡോളം ഉണ്ടായിരുന്ന ഒരു മോഡലായിരുന്നു മഹേന്ദ്രയുടെ താർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊരു വലിയൊരു മാറ്റം ഏകദേശം ജീപ്പ് റാംഗ്ലർ ലുക്കിൽ വരുന്ന ഒരു പോലുള്ളൊരു മോഡലാണ് ഈ പുതിയ മഹേന്ദ്രയുടെ താർ എന്ന് പറയുന്നത്. ഈ താറിന്റെ ടെസ്റ്റിംഗ് ഓൾറെഡി ഇന്ത്യൻ റോഡിൽ കുറെ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പുതിയ മഹേന്ദ്ര താർ എന്ന് പറയുന്നത് ഡിസൈൻ എന്ന് പറഞ്ഞ ഓൾറെഡി പറഞ്ഞു ജീപ്പ് റാംഗ്ലറിന്റെ ഡിസൈനോട് കൂടിയിട്ടാണ് വരുന്നത്. വണ്ടി വലിപ്പം ടോട്ടലി ഡിഫറൻസ് നമുക്ക് കാഴ്ചയിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ മഹേന്ദ്ര താറിന് പുതിയ അലോയും അതുപോലെ തന്നെ 7 സ്ലാറ്റ് ആയിട്ടുള്ള പുതിയ ഗ്രില്ലും ഫ്രണ്ട് ഗ്രില്ലുമാണ് ഉണ്ടായിരിക്കുക. ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് റൗണ്ട് ഹെഡ്ലൈറ്റ് ആയിരിക്കും. ടെയിൽ എന്ന് പറയുന്നതും ഫ്രണ്ട് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നതും LED ആയിരിക്കും. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ എല്ലാം ടോട്ടലി പുതിയതായിരിക്കും. പുതിയൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം അതുപോലെ തന്നെ പുതിയൊരു ഇന്റീരിയർ കൂടിയിട്ടായിരിക്കും പുതിയ മഹേന്ദ്ര താർ വരുന്നത്. പുതിയ മഹേന്ദ്ര താറിന് ട്രിംസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ആയിരിക്കും വരിക. ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളതും നമ്മുടെ പഴയതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളതും, ഒരെണ്ണം പുതിയതായിട്ട് ഹാർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എഞ്ചിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരിക്കും. അതിന്റെ പവർ എന്ന് പറയുന്നത് 140 PS ഓഫ് പവറും അതുപോലെ തന്നെ 300 ന്യൂട്ടൺ മീറ്റർ ടോർക്കും. അത് BS6 ആയിരിക്കും എഞ്ചിൻ എന്ന് പറയുമ്പോൾ. പിന്നെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും. അടുത്ത കാർ എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം വളരെ വലിയൊരു ഫേമസ് ആയിട്ടുള്ള മഹേന്ദ്രയുടെ മോഡലാണ് മഹേന്ദ്ര സ്കോർപിയോ. മഹേന്ദ്ര സ്കോർപിയോന്റെ 2020 മോഡലാണ് 9ാമത്തെ കാർ എന്ന് പറയുമ്പോൾ. 2020 മഹേന്ദ്ര സ്കോർപിയോ എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി 2020 ഓട്ടോ എക്സ്പോയിൽ റിവീൽ ചെയ്യാൻ തന്നെയാണ് മഹേന്ദ്ര പോകുന്നത്. ഞാൻ ഡിസൈനിന്റെ കാര്യം പറഞ്ഞു. പഴയ മഹേന്ദ്ര സ്കോർപിയോ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്കോർപിയോ എന്ന് പറയുമ്പോൾ ഡിസൈൻ ടോട്ടലി പുതിയൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള ക്യാബിൻ തന്നെയാണ് ഉള്ളിലുള്ളത്. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ മെഴ്സിഡീസ് ബെൻസിന്റെ ഒരു GLE ആ ഒരു ടൈപ്പിലുള്ള ഒരു ഡിസൈനോട് തന്നെ ആയിരിക്കും ഈ ഒരു പുതിയ മഹേന്ദ്ര സ്കോർപിയോ വരുന്നത്. എഞ്ചിന്റെ കാര്യം പറയുമ്പോൾ 2 ലിറ്റർ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ ആയിരിക്കും. അത് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും. പവർ എന്ന് പറയുന്നത് ഏകദേശം 150 PS ഓഫ് പവറാണ് വരുന്നത്. എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു BS6 എഞ്ചിൻ തന്നെയായിരിക്കും പുതിയ മഹേന്ദ്ര സ്കോർപിയോന് വരാൻ പോകുന്നത്. അടുത്ത SUV എന്ന് പറയുമ്പോൾ മഹേന്ദ്രയുടെ XUV 400 ആണ്. XUV 300 വിജയത്തോട് കൂടിയിട്ട് XUV 300 കുറച്ചും കൂടി വലുപ്പമാക്കിയിട്ട് കുറച്ചും കൂടി ഡയമെൻഷൻ കൂട്ടിയിട്ട് ഇറക്കുന്ന ഒരു മോഡലായിരിക്കും XUV 400 എന്ന് പറയുന്ന ഈ ഒരു പുതിയ മോഡൽ. അപ്പോൾ ഈ XUV 400 എന്ന് പറയുന്നത് 7 സീറ്റർ കൂടിയിട്ടുള്ള XUV ആയിരിക്കും. ഈ ലാർജർ ഡയമെൻഷൻ ആണ് വണ്ടി എന്ന് പറയുമ്പോൾ 3 റോ ആയിട്ടുള്ള സീറ്റാണ്. അപ്പൊ ഏകദേശം മനസ്സിലാവും 7 സീറ്റർ വണ്ടി തന്നെയാണെന്ന്. അപ്പൊ ഈ ഒരു വണ്ടിയും കൂടി മഹേന്ദ്രയുടെ ഒരു പുതിയൊരു വണ്ടിയിൽ പുതിയൊരു ഡിസൈൻ കൂടിയിട്ട് വരുന്നതായിരിക്കും മഹേന്ദ്ര XUV 400 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. എഞ്ചിൻ എന്ന് പറയുന്നത് 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കും. അത് നമ്മുടെ സ്കോർപിയോയിലും അതുപോലെ തന്നെ മഹേന്ദ്രയുടെ പുതിയ താറിലും യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിൻ ആവാനാണ് കൂടുതലും സാധ്യത. അടുത്ത XUV എന്ന് പറയുന്നത് മഹേന്ദ്രയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് XUV 500 ആണ്. അപ്പൊ ഈ ഒരു SUVയും നമ്മുടെ 2020 ഓട്ടോ എക്സ്പോ ഫെബ്രുവരിയിൽ നടക്കുന്ന ഓട്ടോ എക്സ്പോനെ റിവീൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. ഈ ഒരു മോഡൽ ബേസ്ഡ് ഓൺ നമ്മുടെ സാൻസിയോഗിന്റെ കൊറാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ XUV 500 വരുന്നത്. ഈ പുതിയ മഹേന്ദ്ര XUV 500 എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു ഡയമെൻഷൻ തന്നെയാണ്. വണ്ടിയുടെ വലിപ്പം എന്ന് പറയുന്നത് ടോട്ടലി വലിപ്പം ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 7 സീറ്റർ ആയിട്ടുള്ള വണ്ടി കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീപ്പിന്റെ കോമ്പസ് അതുപോലെ തന്നെ ടാറ്റ ഹരിയർ അതുപോലെ തന്നെ MG ഹെക്ടർ ഈ 3 വാഹനത്തോടും കൂടി കോമ്പറ്റ് ചെയ്യുന്ന മോഡൽ തന്നെയാണ് ഈ പുതിയ XUV 500. പുതിയ XUV 500ന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 2 ലിറ്റർ ഡീസൽ എഞ്ചിനും പവർ എന്ന് പറയുന്നത് 180 HP പവറുമാണ്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ മാത്രമായിരിക്കില്ല, പെട്രോളിന്റെ ഒരു വേരിയന്റും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടി ആയിരിക്കും പുതിയ മഹേന്ദ്ര XUV 500 വരാൻ പോകുന്നത്. അതിലുപരി ഏറ്റവും കൂടുതൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഫോർഡ് മഹേന്ദ്ര അവരുടെ ജോയിന്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫോർഡിന്റെ ഒരു ബാഡ്ജിലും ഈ XUV 500 ഇന്ത്യയിൽ ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്.
അടുത്ത എസ് യു വി എന്ന് പറയുന്നത് കിയയുടെ പുതിയൊരു എസ് യു വി ആണ്. QYI എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ എസ് യു വി. നമ്മുടെ കിയ സെൽറ്റോസിന് ശേഷം അവർ ഇറക്കുന്ന പുതിയൊരു എസ് യു വി തന്നെയായിരിക്കും ഈ ഒരു എസ് യു വി എന്ന് പറയുന്നത്. കിയ സെൽറ്റോസിന്റെ വിജയം എന്ന് പറയുന്നത് ശരിക്കും ഹുണ്ടായി ക്രിറ്റയുടെ സെയിൽ ഡൗൺ ആനായിട്ട് മെയിൻ ആയിട്ടുള്ള കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കിയ സെൽറ്റോസിന്റെ വിജയത്തിന് ശേഷം 4 മീറ്റർ ഡയമെൻഷനുള്ള ഒരു പുതിയൊരു എസ് യു വി തന്നെയാണ് ഈ QYI എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കിയയുടെ എസ് യു വി. അപ്പോൾ ഈ ഒരു എസ് യു വി എന്ന് പറയുന്നത് ഒരു ചെറിയ എസ് യു വി തന്നെയായിരിക്കും, ഒരു മിനി എസ് യു വി തന്നെയായിരിക്കും. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ, എഞ്ചിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും പെട്രോളിലും അതുപോലെ തന്നെ ഡീസൽ വേരിയന്റിലും വണ്ടി വരാനായിട്ട് ചാൻസ് കൂടുതൽ. അടുത്ത എസ് യു വി എന്ന് പറയുന്നത് MGയുടെ ZS-EV ആണ്. ഇലക്ട്രിക് വെഹിക്കിൾ ആണ് MG ഇറക്കാൻ പോകുന്നത്. MG ഹെക്ടറിന്റെ വിജയത്തിന് ശേഷം ഇലക്ട്രിക്കിലേക്കാണ് അവർ ടോട്ടലി അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചേഞ്ച് ആവുന്നത്. IC എഞ്ചിൻ നിന്നും ഇലക്ട്രിക്കിലേക്കാണ് MG മാറുന്നത്. MG ഇറക്കാൻ പോകുന്ന പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ ZS എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ഹുണ്ടയുടെ കോന എന്ന് പറയുന്ന മോഡൽ തന്നെയായിരിക്കും. ഈ MGയുടെ ZS എന്ന് പറഞ്ഞ മോഡല് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണലി ഇറങ്ങുന്ന ഒരു മോഡലാണ്. UK, ചൈന, ആഫ്രിക്ക, യൂറോപ്പ് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു മോഡലാണ് ZS എന്ന് പറഞ്ഞ ഈ ഒരു മോഡല്. അപ്പൊ ഈ ഒരു മോഡലിന്റെ ഇലക്ട്രിക് ആയിരിക്കും ഇന്ത്യയിലേക്ക് MG ഇറക്കാൻ പോകുന്നത്. ഈ ഇലക്ട്രിക് മോട്ടറിന്റെ പവർ എന്ന് പറയുന്നത് 150 bhp പവറും അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 350 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ആയിരിക്കും. 45.6 kW/h ബാറ്ററി പാക്ക് ഉള്ള ഈ ഒരു വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 300 കിലോമീറ്റർ ആയിരിക്കും. ഒരു സിംഗിൾ ചാർജർ റേഞ്ച് എന്ന് പറയുന്നത് 300 കിലോമീറ്റർ ആയിരിക്കും. അടുത്ത എസ് യു എന്ന് പറയുന്നതും MG തന്നെയാണ്. MG ഹെക്ടറിന്റെ 6 സീറ്റർ ആയിട്ടുള്ള ഒരു പുതിയ എസ് യു തന്നെയാണ് MG ഇറക്കാൻ പോകുന്നത്. പഴയ MG ഹെക്ടർ ആയിട്ടുള്ള 5 സീറ്റർ MG ഹെക്ടറിൽ നിന്നും 6 സീറ്റർ ആയിട്ടുള്ള ഒരു പുതിയ ഒരു MG തന്നെയായിരിക്കും ഈ MG ഹെക്ടർ 6 സീറ്റർ ആയിട്ടുള്ള ഈ ഒരു പുതിയ വെഹിക്കിൾ. അപ്പൊ ഈ ഒരു പുതിയ MG ഹെക്ടറും ടെസ്റ്റിംഗ് കണ്ടിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ LED ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ DRL അതുപോലെ തന്നെ ഹണി കോമ്പോട് കൂടിയിട്ടുള്ള ഒരു പുതിയ ഒരു ഫ്രണ്ട് ഗ്രില്ലോട് കൂടി തന്നെയായിരിക്കും ഈ പുതിയ MG ഹെക്ടർ 6 സീറ്റർ വരുന്നത്. ടെയിൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ റിവേഴ്സ്ഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ റിയർ ബമ്പർ എന്ന് പറയുന്നത് പുതിയൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള റിയർ ബമ്പർ ആയിരിക്കും. എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 5 സീറ്റർ MG ഹെക്ടറിൽ കണ്ടിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. 1.5 ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ യൂണിറ്റ് അതുപോലെ തന്നെ 48V എന്ന് പറഞ്ഞിട്ടുള്ള മൈൽഡ് ഹൈബ്രിഡ് വെർഷൻ ആയിരിക്കും. പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് 2 ലിറ്ററോട് കൂടിയുള്ള ഡീസൽ എഞ്ചിൻ തന്നെ ആയിരിക്കും. അത് വരുന്നത് നമ്മുടെ BS6 എമിഷൻ നോംസോട് കൂടിയായിരിക്കും. അടുത്തത് നമ്മുടെ 15ാമത്തെ നമ്പർ SUV ആണ്. ലാസ്റ്റ് SUV എന്ന് പറയുന്നത് റൊണാൾട്ടിന്റെ HBZ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ SUV തന്നെയാണ്. റൊണാൾട്ടിന്റെ ഈ പുതിയൊരു SUV റൊണാൾട്ടിന്റെ ഒരു ഇന്റർനാഷണൽ മോഡലായ നിസാൻ ഗ്ലോബൽ CMF A+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലിന്റെ സെയിം മോഡൽ തന്നെയാണ്, അല്ലെങ്കിൽ സെയിം ഡിസൈനോട് കൂടി തന്നെയാണ് ഈ ഒരു പുതിയ മോഡൽ വരുന്നത്. അപ്പോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ റൊണാൾട്ട് ഇറക്കിയിട്ടുള്ള റൊണാൾട്ട് ടിബറിന്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. 1.1 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 5 സ്പീഡ് മാനുവൽ ആൻഡ് AMT ട്രാൻസ്മിഷൻ കൂടിയിട്ടുള്ള ഗിയർ ബോക്സ് ആയിരിക്കും വരുന്നത്. ഈ ഒരു മോഡലിൽ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ഏകദേശം നമ്മുടെ മാരുതിയുടെ വിക്ടാര ബ്രീസ, ഹുണ്ടായി വെന്യൂ, ടാറ്റ നെക്സോൺ, ഫോർഡ് ഇക്കോസ്പോർട്ട് അതുപോലെ തന്നെ മഹേന്ദ്ര XUV 300 ഈ ഒരു മോഡലിനോട് കോമ്പറ്റ് ചെയ്യുന്ന മോഡൽ തന്നെയായിരിക്കും റൊണാൾട്ടിന്റെ HBZ എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ മോഡൽ. ഈ ഒരു പുതിയ മോഡൽ നമ്മുടെ ഓട്ടോ എക്സ്പോ 2020 തന്നെ അവർ അൺവീൽ ചെയ്യും, അങ്ങനെയാണ് വിചാരിക്കുന്നത്, അങ്ങനെയാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു 15 SUVകളാണ് അടുത്ത വർഷം 2020 അടുത്ത വർഷം വരാൻ പോകുന്ന 15 SUVകൾ. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു 15 SUV എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അണ്ടിൽ ദെൻ ചാവ്.